എല്ലാവർക്കും നമസ്തേ. 2-3 ദിവസമായി കേരളത്തിൽ ഒരു വിവാദം ഉയർത്തിക്കൊണ്ടുവരികയാണ് ചില തൽപര കക്ഷികൾ. അത് മറ്റൊന്നുമല്ല, നമ്മുടെ സംസ്ഥാനത്തെ ഒരു മന്ത്രി ബിന്ദു കൃഷ്ണ കേരളത്തിലെ ഒരു പ്രമുഖ സമുദായങ്ങളിലൊന്നായ SNDP യോഗത്തിൻ്റെ, അതായത് ഈഴവ സമുദായത്തിൻ്റെ സംഘടനയായ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ചു. അതാണ് ഇപ്പോൾ വലിയ വിവാദമായി കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നിരിക്കുന്നത്. അത് മറ്റാരുമല്ല, മുസ്ലിം ലീഗ് എന്ന് പറയുന്നൊരു പാർട്ടി, അതിൻ്റെ നേതാക്കൾ, പിന്നെ കോൺഗ്രസ്സിലെ ചില മുസ്ലിം നേതാക്കൾ, ഇവരൊക്കെയാണ് മന്ത്രി ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ചത് വളരെ വലിയ വിവാദമാക്കി കൊണ്ടുവന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, വെള്ളാപ്പള്ളി നടേശൻ കോൺഗ്രസ്സിനെതിരായി നിലപാടെടുത്തു. മുസ്ലിങ്ങളുടെ ഈ ഒരു വിഭാഗത്തിൻ്റെ അവർ എല്ലാ ആനുകൂല്യങ്ങളും, ഹിന്ദു സമൂഹത്തിന് അർഹതപ്പെട്ടത് ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ. എല്ലാ ആനുകൂല്യം, ഹിന്ദുക്കൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും ഇവർ തട്ടിയെടുക്കുന്നു എന്ന്, അതായത് ഹിന്ദുക്കളിലെ പിന്നോക്ക വിഭാഗത്തിന് അർഹതപ്പെട്ടതുകൂടി ഇവർ തട്ടിയെടുക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആരോപണവും വിമർശനവും. അത് തുറന്നു പറഞ്ഞു എന്ന കാരണം കൊണ്ട് ബിന്ദു കൃഷ്ണ അദ്ദേഹത്തെ സന്ദർശിച്ചത് വലിയ അപരാധമാണ് എന്നുള്ള രീതിയിലാണ് ഇവർ അത് വിവാദമാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടതാണ്, 1-2 പ്രകടനം, തൊടുപുഴ ഉൾപ്പെടെ, മലപ്പുറത്തും തൊടുപുഴയൊക്കെ പ്രകടനം നടത്തി. അതിനകത്ത് ഈ മുസ്ലിം ലീഗ് നേതാക്കൾ വിളിച്ചു പറഞ്ഞാണ്, കേരളത്തിലെ നിയമങ്ങൾ അവരുണ്ടാക്കും, മുസ്ലിം ലീഗ് ഉണ്ടാക്കുന്ന നിയമമായിരിക്കും നടപ്പാക്കാൻ പോകുന്നത്, അവർ ഭരിക്കും കേരളം, മറ്റുള്ള ജനങ്ങൾ അവരുടെ ഭരണത്തിൽ അവരുണ്ടാക്കുന്ന നിയമം അനുസരിച്ച് ജീവിച്ചു കൊള്ളണം എന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തിയത് നമ്മൾ കണ്ടതാണ്. അതിന് കാരണം ഇവരെ വിമർശിച്ചു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും മുസ്ലിം ലീഗിനെ വിമർശിച്ചു. അതാണ് ഏറ്റവും വലിയ അപരാധമായി ഇവർ കാണുന്നത്. നമുക്കെല്ലാം അറിയാം, ഇത് ജനാധിപത്യ രാജ്യമാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഭരണം നേടുന്നതിനായി മത്സരിക്കും. ഒരു കൂട്ടർ ജയിക്കും, മറുകൂട്ടർ പ്രതിപക്ഷത്താകും. ജയിച്ചു കഴിഞ്ഞാൽ ആ ജയിക്കുന്ന കക്ഷിയിൽ നിന്ന് ഒരാൾ മുഖ്യമന്ത്രിയായാൽ ആ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും മുഖ്യമന്ത്രിയാണ്. അല്ലാതെ അവർക്ക് വോട്ട് കൊടുത്തവരുടെ മാത്രം മുഖ്യമന്ത്രിയല്ല എന്നുള്ളത് ജനാധിപത്യത്തിൽ നമ്മൾക്കറിയാം. അങ്ങനെയാണ് വേണ്ടത്. ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കാറുള്ളത് CPM ആണ്, ഇടതുപക്ഷമാണ്. കാരണം അവർ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടപ്പെട്ടവർ, പാർട്ടിക്കാർക്കല്ലാതെ മറ്റാർക്കും ഒരു രീതിയിലുള്ള ആനുകൂല്യങ്ങളും കിട്ടാൻ അവർ അനുവദിക്കത്തില്ല. ജോലിയാണെങ്കിൽ കൂടി PSC എഴുതി വരുന്ന അർഹതപ്പെട്ടവർക്ക് പോലും ആ ജോലി നൽകാതെ പിൻവാതിലിൽ കൂടി സഖാക്കളെ സർക്കാർ ജോലിയിൽ തിരികെ കയറ്റുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ ടെസ്റ്റ് എഴുതി ജയിച്ച അർഹതപ്പെട്ടവരെ അത് CPMകാരല്ല എന്നുള്ള ആ ഒറ്റ ഒരു കുറവ് കാരണം അവർ കണ്ണീരിലാഴ്ത്തുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് അവർ ചെയ്തത്, അവർ തെറ്റായിട്ടുള്ള നടപടിയാണ് അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. കാരണം CPMകാരൻ മുഖ്യമന്ത്രിയായാലും കേരളത്തിൻ്റെ മൊത്തത്തിൽ ഉള്ള മുഖ്യമന്ത്രിയാണ്, എല്ലാ ജനങ്ങളുടെയും മുഖ്യമന്ത്രിയാണ്, എല്ലാവരുടെയും ക്ഷേമത്തിനായാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടാണ് ഇപ്പം ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ ബഹുഭൂരിപക്ഷം നേടി, വൻ ഭൂരിപക്ഷം നേടി, അധികാരത്തിലേറി. അവരെ വിമർശിച്ചവരെ പോലും, മുഖ്യമന്ത്രിയാകട്ടെ മന്ത്രിമാരെ ആകട്ടെ, അതിനകത്തിലെ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികളെ വിമർശിച്ചവർ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് അല്ലെങ്കിൽ ഭരണാധികാരികളാണ് കേരളത്തിലെ ഇപ്പോൾ ചുമതലയേറ്റിരിക്കുന്നത്. തീർച്ചയായും അങ്ങനെയുള്ളപ്പോൾ വിമർശിച്ചവരെ പോലും ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ വിമർശനം ഒരു കോണിൽ നിൽക്കട്ടെ, അവരെയും കൂടെ മുഖ്യമന്ത്രി അല്ലെ മന്ത്രിമാർ എന്നുള്ള നിലയ്ക്ക്, ഭരണാധികാരികൾ എന്ന നിലയ്ക്ക് വിമർശിച്ചവരെയും പോയി കാണുന്നത് അത് ധാർമ്മികതയാണ്, കാണാതിരിക്കുന്നത് അധാർമികതയുമാണ്. മുസ്ലിം ലീഗിൻ്റെ നിലപാട്, അവർ
അവരുടെ കൂടെ നിൽക്കുന്നവരെ ചെന്ന് കാണുക, അതാണ് അവരുടെ ആ ഒരു നിലപാട്. അതായത് നമുക്ക് തന്നെ അറിയാം, ജമാഅത്തെ ഇസ്ലാമി അതേപോലുള്ള പാർട്ടികളെ, അതിൻ്റെ നേതാക്കളെ ഇവർ കണ്ടതിൽ ഇവർക്കൊരു പ്രശ്നവുമില്ല. അവർ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം നമുക്കറിയാം, ഹിന്ദുക്കൾക്കും ഈ രാജ്യത്തിനുമെതിരായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന അനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുന്നവർ രാജ്യത്തിന് വിരുദ്ധരായി പ്രവർത്തിക്കുന്ന അവരെ കണ്ടാൽ കുഴപ്പമില്ല. പക്ഷേ ഈ രാജ്യത്തിന് നിയമങ്ങൾക്കും അല്ലെ രാജ്യത്തെ സംസ്കാരത്തിനും അനുകൂലമായി പ്രവർത്തിക്കുന്നവർ അവരിവരുടെ വിമർശകരായതുകൊണ്ട് മാത്രം കാണുന്നത് ഇവർക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. അതിലവർ അസഹിഷ്ണുക്കളാണ്. അവരുടെ അഭിപ്രായം തുറന്നു പറയാൻ അവർ മടിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇങ്ങനെയുള്ളവരെ കണ്ടതിൽ അവർക്കുള്ള ആ ഒരു വിമർശനവും അസഹിഷ്ണുതയും അവർ പരസ്യമായി വിളിച്ചു പറയുകയാണ്. അതിൽ നിന്ന് തന്നെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇവർക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇവരുടെ നിലപാടിന് വിരുദ്ധമായിട്ട് ആര് പ്രവർത്തിക്കുന്നോ അവരെ പരസ്യമായി വിമർശിച്ച് അവരുടെ അഭിപ്രായം പറയാൻ, അത് രാജ്യത്തിനെതിരായാലും എന്തുമാകട്ടെ, സമൂഹത്തിനെതിരായാലും അവർക്കത് വിളിച്ചു പറയാൻ ഒരു മടിയും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായ വസ്തുത. എന്നാൽ ഇവരിങ്ങനെ വിമർശിച്ചു. കോൺഗ്രസ്സിന് കുറേ മന്ത്രിമാരുമുണ്ട്. അവരാരും ഇതിനെ ഒന്ന് അനുകൂലിച്ച് പറയുന്നില്ല. അത് മന്ത്രി ചെയ്തത് തെറ്റല്ല, മന്ത്രിയുടെ കടമയാണ് എല്ലാ ജനങ്ങളെയും ഒരുപോലെ വിമർശിച്ചവരെയും അനുകൂലിക്കുന്നവരെയും വോട്ട് ചെയ്തവരെയും വോട്ട് ചെയ്യാത്തവരെയും എല്ലാം ഒരേ രീതിയിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ എല്ലാവരുടെയും ഭരണാധികാരികളാണ്, അതുകൊണ്ട് ഈ വിമർശനത്തിലൊന്നും ആവശ്യമില്ല എന്നുള്ള ഒരു വാക്ക് പറയാൻ മുഖ്യമന്ത്രിയാകട്ടെ കോൺഗ്രസിൻ്റെ നേതാക്കൾ മറ്റാരും ആകട്ടെ തയ്യാറാകുന്നില്ല. എന്തുകൊണ്ട്? ഇവരെല്ലാം ലീഗിൻ്റെ ആ അടിമകളായിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ ഭരണസമയത്ത് ഇത്രമാത്രം ഒരു വർഗീയമായിട്ടുള്ള ഒരു എന്താണതിനെ നമ്മൾ പറയുന്നത്, വർഗീയമായിട്ടുള്ള ആ ദൃഷ്ടികളിൽ കൂടി അവർ വർഗീയമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പച്ചയ്ക്ക് അവർ ഇങ്ങനെ പ്രതികരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാറില്ല എന്നുള്ളതാണ് രസകരമായ വസ്തുത. ഇടതുപക്ഷമായാലും UDF ആയാലും പക്ക വർഗീയമായിട്ടുള്ള രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നതെന്നുള്ളത് നമുക്കറിയാമെങ്കിലും, പക്ഷേ ഇത്രമാത്രം ദോഷം ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഉണ്ടായിരുന്നോ എന്നുള്ളത് നമ്മൾ സംശയിച്ചു പോകുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും UDF നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടും അഭികാമ്യമല്ല, നമ്മുടെ സംസ്ഥാനത്തിനും യോജിച്ചതല്ല, നമ്മുടെ സമൂഹത്തിനും യോജിച്ചതല്ല. നമ്മളെല്ലാം പറയും നമ്മുടെ സമൂഹം ഏതാണ്ട് പരിഷ്കൃത സമൂഹമാണ്. തീർച്ചയായിട്ടും ഇത്തരക്കാർ ഭരിക്കുന്നിടത്തോളം കാലം നമ്മുടെ സമൂഹം പരിഷ്കൃത സമൂഹമല്ല, അപരിഷ്കൃത സമൂഹമാണ്. കാരണം അപരിഷ്കൃത സമൂഹത്തിലാണ് ഇങ്ങനെ ഹിംസാത്മകമായിട്ടുള്ള ചിന്താഗതികൾ വെച്ച് പുലർത്തുന്നത്. പരിഷ്കൃത സമൂഹമാണെന്നുണ്ടെങ്കിൽ വിമർശനത്തിനെയും അവർ വിമർശനമായി കണ്ടുകൊണ്ട് അത് ആ ഒരു കൂട്ടരുടെ അഭിപ്രായം, അവരവരുടെ അഭിപ്രായം പറഞ്ഞോട്ടെ, അതിൽ നമ്മൾ തെറ്റൊന്നും കാണുന്നില്ല. നമുക്ക് അനുകൂലമായിട്ട് മാത്രമല്ല പ്രതികൂലമായിട്ടും അഭിപ്രായം പറയട്ടെ, അത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ സ്വീകരിക്കേണ്ട വിമർശനങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിക്കും, മറ്റുള്ളത് തള്ളിക്കളയും എന്നുള്ള ഒരു നിലപാടും സമീപനവും സ്വീകരിക്കാതെ ഇത്ര രീതിയിൽ വർഗീയമായി തികച്ചും മതഭ്രാന്ത് കാണിച്ചുകൊണ്ടുള്ള സമീപനമാണ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരിക്കലും ജനാധിപത്യത്തിന് ഭൂഷണമല്ല, പരിഷ്കൃത സമൂഹത്തിന് ഭൂഷണമല്ല. അതിനെ നിരുത്സാഹപ്പെടുത്താൻ നേതാക്കൾ തയ്യാറായില്ല UDF നേതാക്കൾ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഇറങ്ങിയാണ് ഇത് തിരുത്തി അവരെ നേർവഴിക്ക് നയിക്കേണ്ടത്. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.